നമസ്കാരം. വളരെ ദുഃഖകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത്. പുതിയ ആറുവരിപ്പാത വളാഞ്ചേരി രാമനാട്ടുകര റീച്ചിൽ വികെപ്പടി കഴിഞ്ഞ് തലപ്പാറ എത്തുന്നതിന് മുമ്പ് വലിയപറമ്പ് അരീത്തോടിൽ ഒരു അപകടം നടന്നു. നിർത്തിയിട്ട ലോറിക്ക് പിറകിൽ കാറിടിക്കുകയായിരുന്നു. ദർസ് വിദ്യാർത്ഥികളായ 2 പേർ മരിച്ചു. തിരൂർ വൈലത്തൂർ സ്വദേശിയായ ഉസ്മാൻ 24, വള്ളിക്കുന്ന് സ്വദേശി ഷാവുൽ ഹമീദ് 23 എന്നിവരാണ് മരിച്ചത്. അതുപോലെ താന്നൂർ പുത്തന്തുരു സ്വദേശി അബ്ബാസ് 25, വേങ്ങര സ്വദേശി ഫാദ് 24, താന്നൂർ സ്വദേശി സർജാസ് 24 എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എല്ലാവരും തിരൂർ തലക്കടത്തൂർ ജുമാഅത്ത് പള്ളിയിലെ ദർസ് വിദ്യാർത്ഥികളാണ്. ഇന്നലെ രാത്രി 8:30 അപകടം നടന്നത്. കൊളപ്പുറം ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറ് തകർന്നിട്ടുണ്ട്. ചാറ്റൽ മഴ ഉണ്ടായിരുന്ന സമയത്ത് ലോറിയിലെ ചരക്ക് നനയാതിരിക്കാൻ ടാർപ്പായ വെച്ച് കെട്ടുകയായിരുന്നു ലോറിക്കാർ എന്നാണ് ഒരു ദൃക്സാക്ഷിയിൽ നിന്ന് ലഭിച്ച വിവരം. കാറ് ബ്രേക്ക് ചവിട്ടിയ ഉടനെ കാറ് തിരിഞ്ഞ് ലോറിക്കടിച്ചതായിട്ടാണ് കാണുന്നത്. കാറിന്റെ പിൻഭാഗമാണ് പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. തിരൂരങ്ങാടി സർക്കിൾ ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാർ സംഭവസ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തി. ഇന്നലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിയ അവരുടെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ വളരെ പറഞ്ഞറിയിക്കാൻ ആവാത്ത വേദനയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തിരൂരങ്ങാടി പോലീസ് രാത്രി എല്ലാവർക്കും മയ്യിത്ത് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. ദർസ് വിദ്യാർത്ഥികളായ വൈലത്തൂർ സ്വദേശി ഉസ്മാന്റെയും വള്ളിക്കുന്ന് സ്വദേശി ഷാവുൽ ഹമീദിൻ്റെയും അവരുടെ കുടുംബങ്ങൾക്ക് ഈ ദുഃഖത്തിൽ നിന്ന്, പെട്ടെന്നുണ്ടായ വിയോഗത്തിൽ നിന്ന് കരകയറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, വളരെ ദുഃഖകരമായ ഒരു അപകടം നടന്നിട്ടും അതിൽ ആഘോഷിക്കുന്ന ചിലരെ കാണുമ്പോൾ വളരെ നെട്ടലുളവാക്കുകയാണ്. ഇന്നലെ ഈ വാർത്ത ഒരു പത്രമാധ്യമം റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ട ചില കമൻറ്റുകൾ വളരെ വേദനിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളികൾ ഈ രീതിയിലേക്കെങ്കിലും ചില ആളുകൾ മാറിപ്പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നമുക്ക് എന്തു പറ്റി എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഒരു അപകടം പോലും ആഘോഷിക്കുന്ന രീതിയിൽ നമ്മുടെ സോഷ്യൽ മീഡിയ മാറുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. അത്തരം കമൻറ്റുകളും അത്തരത്തിലുള്ള മനുഷ്യർക്കെതിരെയും നിയമ നടപടികളും പോലീസ് കാര്യക്ഷമമായി ഇടപെട്ട് ഇത്തരം ആളുകൾക്കെതിരെ കർശന നടപടികൾ എടുക്കാനും തയ്യാറാവണം എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.